എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നത്തെ പത്രത്തിൽ വന്ന ഒരു വാർത്തയെക്കുറിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത്. തികച്ചും അപ്രതീക്ഷിതമായ ഒരു ന്യൂസാണ് ഇന്ന് വായിക്കാൻ സാധിച്ചത്. സാധാരണ ഇവിടെ ഈ കൊട്ടേഷൻ സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടാറുണ്ട്. പലരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഇവർ പല രീതികൾ ആലോചിച്ച് എതിർ പാർട്ടിയെ പല രീതിയിലും ഭീഷണിപ്പെടുത്തി കൊട്ടേഷൻ കൊടുത്ത ആൾക്കാരുടെ ആവശ്യത്തിനനുസരണമായി ഭീമമായ തുകയും വാങ്ങാറുണ്ട്. എന്നാൽ ഇവിടെ പറയട്ടെ, ഇവിടെ ഉച്ചക്കടയിൽ ഒരു സ്ത്രീ കൊടുത്തൊരു കൊട്ടേഷൻ എന്തോ വസ്തു തർക്കത്തിൽ പെട്ടതായിരുന്നു. അതിന് എതിരായിട്ട് ഉള്ളൊരു ഇവരെ ഉപദ്രവിക്കാൻ വേണ്ടി ഒരു കൊട്ടേഷൻ സംഘത്തിന് ഇവരെല്ലാം ഏൽപ്പിച്ചു. വിചിത്രമെന്ന് പറയട്ടെ, കേരളത്തിലാദ്യമായി ഈ സംഘത്തിൽ അന്യദേശ തൊഴിലാളികളും ഉണ്ടായിരിക്കുന്നു. വളരെ അപകടകരമായ ഒരു സംവിധാനമാണിത്. അന്യനാട്ടിൽ വരുന്നവരുടെ കൂട്ടത്തിൽ ഒത്തിരി ക്രിമിനൽ സ്വഭാവമുള്ളവരുണ്ട്. അവിടെ ക്രിമിനലുകൾക്ക് നടത്തി ജയിൽ ശിക്ഷയിൽ ജാമ്യത്തിലിറങ്ങി അവിടെ നിന്ന് പാരായണം ചെയ്ത് കേരളത്തിൽ വന്ന് പണികൾ ചെയ്ത് ജീവിക്കുന്ന ഇവരിൽ കുറച്ച് ആൾക്കാർ, എല്ലാവരുമില്ല, കുറച്ചാളെങ്കിലും കൊടും ക്രിമിനലുകളാണ്. അങ്ങനെയുള്ള ക്രിമിനലിനെയാണ് ഈ സ്ത്രീ അവരുടെ ആവശ്യത്തിന് ഉപയോഗിച്ചത്. എന്തോ ഭാഗ്യം കൊണ്ട് പോലീസ് അവരെ പിടിച്ചു. പോലീസിൻ്റെ ഇതിൽ അവരുടെ ടൈമിൽ ഉള്ള ആക്ഷനിൽ സന്തോഷിക്കുന്നു. നമുക്കൊരു ബിഗ് സല്യൂട്ട് കൊടുക്കാം. ഇനി പ്രധാനമായും നാം ചെയ്യേണ്ടത്, ക്രിമിനൽ സംഘങ്ങൾ ഏതെങ്കിലും അന്യ തൊഴിലാളികളെ അന്യ സ്റ്റേറ്റിലുള്ള ക്രിമിനലുകളെ ഉപയോഗിച്ചാൽ ഉപയോഗിക്കുന്നവർക്കും അവർക്ക് കൊട്ടേഷൻ കൊടുക്കുന്നവർക്കും തക്കതായ വലിയ ശിക്ഷ അവർക്ക് കൊടുത്തിരിക്കണം. കാരണം ഈ അന്യനാട്ടിലുള്ള ക്രിമിനലുകൾ അവർക്ക് യാതൊരു മടിയില്ല. അവരാരെ കൊന്നിട്ടും അവർക്ക് കിട്ടിയ തുകയും വാങ്ങി അവരപ്പം തന്നെ ഇവിടെ നിന്ന് മുങ്ങി അവരെവിടെ പോകുന്ന ആർക്ക് ഒരു പിടിയുമില്ല. ഇത് വലിയ അപകടകരമായ ഒരു കാര്യമാണ്. പോലീസും ഹോം മിനിസ്ട്രിയും ഇതിന് ഇമ്മീഡിയറ്റായി ഒരു ആക്ഷൻ എടുത്ത് ഇതിനൊരു അവസാനം കണ്ടെത്തിയില്ലെങ്കിൽ നമുക്ക് ആർക്കും തന്നെ സുരക്ഷിതമായി സഞ്ചരിക്കാനോ നമ്മുടെ വീട്ടിൽ താമസിക്കാനോ പറ്റുന്നൊരവസ്ഥയായിരിക്കില്ല. സോ ദയവ് ചെയ്ത് വളരെ പ്രധാനമായിട്ടുള്ളതാണ്, ഇതിൽ ആര് പിടിക്കപ്പെട്ടാലും അവരെ കൽത്തുറങ്കിൽ അടയ്ക്കണം. പ്രത്യേകിച്ച് അന്യദേശ തൊഴിലാളികളെ, ക്രിമിനലായിട്ട് വരുന്നവരെ കൊട്ടേഷന് വേണ്ടി ഉപയോഗിച്ചാൽ രണ്ട് കൂട്ടർക്കും, കൊട്ടേഷൻ കൊടുക്കുന്നവർക്കും കൊട്ടേഷൻ ഏറ്റെടുക്കുന്നവർക്കും വലിയ ശിക്ഷ തന്നെ കൊടുക്കണം. അതിൽ യാതൊരു ഉദാസീനതയും കാണിക്കാൻ പാടില്ല. ദയവ് ചെയ്ത് ഹോം മിനിസ്റ്റർ ഇതിന് വളരെ ഒരു ലാഘവത്തോടെ ഇത് കാണരുത്. വളരെ ഡേഞ്ചറായിട്ടുള്ള കാര്യമാണ്. ഈ അന്യനാട്ടിൽ വരുന്ന കൊടും ക്രിമിനലുകളെ ഇവിടെ കൊട്ടേഷനായി ഉപയോഗിക്കുന്നത് കേരളത്തിൻ്റെ സംസ്കാരത്തിന് ഒട്ടും യോജിച്ചതില്ല. ഇത് ഒരു പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒക്കെ നടക്കുന്ന നീചമായ ഒരു ശൈലിയാണിത്. നമ്മുടെ നാടിനെ ബംഗ്ലാദേശ് പോലെ ആക്കാതിരിക്കുക. അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു, പോലീസുകാരും ഇതിനു വേണ്ടി വളരെ ജാഗ്രത കാണിക്കേണ്ട, അവർക്ക് വേണ്ട
എല്ലാവിധ സപ്പോർട്ടും ഹോം മിനിസ്ട്രി ചെയ്തു കൊടുക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ പോലീസിന് ഈ ക്രിമിനലുകളെ ഹണ്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അവർക്ക് വേണ്ട വാഹന സൗകര്യം, ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കാനുള്ള എല്ലാ ഒരു ഫ്രീ ഹാൻഡ് ഒരു ഇത് കൊടുക്കണം. അതായത് ഇല്ലെങ്കിൽ നമ്മുടെ സുരക്ഷിതത്വം അപകടത്തിൽ തന്നെയാകും. ഒരിക്കൽ കൂടി പറയുന്നു, കൊട്ടേഷൻ സംഘങ്ങളെയും കൊട്ടേഷൻ കൊടുക്കുന്നവരെയും അതിനേക്കാളും മറ്റെന്തെങ്കിലും ഉള്ളതിൽ അവരെ കൽത്തൂറെങ്കിലടിക്കുക. അത് സ്ത്രീയായിരുന്നാലും പുരുഷനായിരുന്നാലും. എങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് ഇതൊരു പാഠമാകുകയുള്ളൂ. കാണാം വീണ്ടും അടുത്ത വീഡിയോയിലൂടെ. താങ്ക് യു.